ഒരു തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളിൽ എന്തെല്ലാം ഉണ്ടാവാം എന്ന് മുൻകൂട്ടി കാണണമായിരുന്നു. കണ്ട് അതിന് സൗകര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വേണ്ടത്ര മുന്നൊരുക്കം അവിടെ ഉണ്ടായില്ലേ? നമസ്കാരം. നമസ്കാരം. ഈ സമയത്ത് ഈ കള്ളന്മാർ വല്ലതും കക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ നോക്കണ്ടു. കേരളത്തിലെ ഇടതുപക്ഷ കള്ളന്മാർ, അമ്പല കള്ളന്മാർ, ഇവര് വല്ലതും ഈ പ്രയാസം ഉണ്ടാക്കി ആ സമയത്ത് വല്ലതും കട്ട് കൊണ്ടുവന്നുണ്ടോ നോക്കണം. കാട്ട് കള്ളന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അമ്പല കള്ളന്മാർ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഇതിന്റെ പിറകിൽ കൂടി നാളെ കട്ടുപോയത് എന്താന്ന് പരിശോധിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർ, അത്രേ പറയാം. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് താങ്കളുടെ മനസ്സിലുള്ള രാഷ്ട്രീയ വിരോധം ഇതേ ഇടതുപക്ഷക്കാരൊക്കെ സമരം ഇവർ അതിന്റെ നേതാക്കൾ കൂടി സമരം ചെയ്തിട്ടാണ് ഈ നാട്ടിൽ അമ്പലത്തിങ്ങളൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് കയറാൻ അവസരം ഉണ്ടായിരുന്നത്. അന്ന് താങ്കൾ പറഞ്ഞ ആളുകളുടെ ആശയങ്ങളൊക്കെ പേറുന്ന മനുഷ്യരൊക്കെ അന്ന് അങ്ങനെ പാവപ്പെട്ടവനെ, ദരിദ്രനെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജാതീയമായി താഴ്ന്നവരെന്ന് അവർ മുദ്ര കുത്തിയിരുന്ന ആളുകളെയൊക്കെ കയറ്റേണ്ട ആചാരങ്ങൾ എല്ലാം സംരക്ഷിക്കപ്പെട്ട് പോരണം എന്നുള്ള നിലപാടുകാരായിരുന്നു അവർ. ഇന്നും അങ്ങനത്തെ നിലപാടൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ താങ്കൾ ആവർത്തിച്ച് കള്ളന്മാർ കള്ളന്മാർ എന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരാണ് അമ്പലത്തിൽ കൂടുതൽ അധികാരത്തിലുണ്ടായിരുന്നതെന്നും കൂടുതൽ കട്ടുകൊണ്ട് പോയിട്ടെന്നുള്ളതൊക്കെ നാട്ടുകാർക്കറിയാം. ഇതിൽ വീഴ്ചയുണ്ട്, വീഴ്ചയായി തന്നെ അംഗീകരിക്കുകയും ചെയ്യണം. നാട്ടുകാരെ താങ്കൾ വിശ്വാസം പഠിപ്പിക്കണ്ട, താങ്കൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് ഈ നാടിന്റെ ചരിത്രം അറിയാം. ഈ നാടിന്റെ ചരിത്രത്തിൽ ആരാണ് ഈ നാട്ടിലെ സാധാരണക്കാരനായ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുവാദം ഉണ്ടാക്കി കൊടുത്തത്? അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നു? താങ്കൾ പറ. മനസ്സിലായോ? താങ്കൾ പറയൂ. എതിരായുള്ള താങ്കളുടെ പാർട്ടിയുടെയും താങ്കളുടെ ഒരു പാർട്ടി മാത്രമല്ല സാർ, അത് ഒരു പാർട്ടി മാത്രമല്ല. താങ്കൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെതിരായിട്ടുള്ളത്. അല്ലാതിരുന്ന പാർട്ടിക്കാരെല്ലാവരും അതിനെതിരായിരുന്നു. അവർ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ കൂടെയാണ് നിന്നത്. താങ്കൾക്ക് ഭയങ്കര വിരോധമുണ്ട് കമ്മ്യൂണിസത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോ, മനസ്സിലായോ? താങ്കൾ ഉരക്കേട് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരില്ലേ? താങ്കൾ ഒരു തവണ കള്ളൻ എന്ന് പറഞ്ഞു പിന്നീട് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് ഏതെങ്കിലും അമ്പലക്കൊള്ളൻ വന്നതിൽ താങ്കളുടെ മുഖത്ത് നോക്കി കമ്മ്യൂണിസ്റ്റ് കാട്ട് കള്ളന്മാർ, താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ആളുകൾ എന്തെല്ലാം വിളിക്കും ആളുകളെ. സ്വർണം കെട്ട വാസു എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ പേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാസു ഒന്നും കട്ടോ കട്ടില്ലയോ എന്നുള്ളതൊന്നും കോടതി ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് പറയാം. അല്ലാതെ ഒരാളും കള്ളനാണെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല, ഇന്ത്യൻ നീതി സംവിധാനത്തിന് പറയാനാവില്ല. ബാലകൃഷ്ണനുള്ള എല്ലാവിധ അവകാശങ്ങളും തന്നെ വാസുവിന് ഇപ്പോഴും ഉണ്ട്. ബാലകൃഷ്ണനുള്ള എല്ലാവിധ കാര്യങ്ങളും വാസുവിനും ഉണ്ട്. അസഭ്യമായ ഭാഷയിൽ പ്രതികരിക്കും. കമ്മ്യൂണിസ്റ്റുകാരനായ അമ്പലക്കള്ളൻ വാസുവിനെയും അങ്ങനെ വിളിക്കാൻ കഴിയില്ല ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനും ഇങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? വിശ്വാസികൾക്കെതിരാണ്. എങ്ങനെയാണ് വിശ്വാസികൾക്കെതിരാവുന്നത്? ശബരിമല വിശ്വാസികൾക്ക് താങ്കൾക്ക് എന്താ പൊള്ളുന്നുണ്ടോ? എനിക്ക് താങ്കൾ കള്ളം പറഞ്ഞാൽ പൊള്ളുകയല്ല, കള്ളം പറയുമ്പോൾ എനിക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്. ശബരിമല വിശ്വാസികൾക്കറിയാം. താങ്കളുടെ മനസ്സിലെ അന്ധതയോർത്ത് എനിക്ക് ചിരി വരും പലപ്പോഴും. വിശ്വാസികളുടെ വിശ്വാസത്തെ താങ്കൾ അളക്കാൻ വരണ്ട. താങ്കൾക്ക് അളക്കാൻ പറ്റില്ല, താങ്കളുടെ പ്രസ്ഥാനത്തിന് അളക്കാൻ പറ്റില്ല. എനിക്ക് അളക്കാൻ പറ്റുമോ എന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വാസികളുടെ പക്ഷമോ അവിശ്വാസികളുടെ പക്ഷമോ ഒന്നുമല്ല. വിശ്വാസികളെ അട്ടിത്തറവാശ ന്യൂസ് എഴുതി കൂടി തന്നിട്ടില്ല. അവസരം തരണം. ബാലകൃഷ്ണൻ കുറെ കൂടിയൊക്കെ ചിന്തിക്കുമ്പോൾ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് ബാലകൃഷ്ണൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ പ്രസന്നനാണ് മാളയിൽ.